എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ശോഭാസ് കിച്ചണിലെ പുതിയ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഇന്ന് അരിയും പരിപ്പും പച്ചക്കറിയൊക്കെ കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം കായൊക്കെ ഇട്ടിട്ട് കുക്കറിൽ ഒന്നായിട്ട് വേവിച്ച് പിന്നെ ഇതിനെ നമ്മളൊരു സാമ്പാർ റൈസ് ആക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് ഇതിലത്തെ മസാലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാനായിട്ട് മല്ലി, മുളക്, ഉലുവ, കുരുമുളക്, ജീരകം, കുറച്ച് ഉഴുന്നുപരിപ്പ്, കുറച്ച് തുവരപ്പരിപ്പ്, കുറച്ച് നാളികേരവും കറിവേപ്പിലയും ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്ത് പൊടിച്ചാൽ ഇതിൻ്റെ മസാല റെഡിയായി. ഇനി ഇതിലെ ഈ റൈസും ഈ മസാലയും എങ്ങനെയൊക്കെയാണ് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്തിട്ട് സാമ്പാർ റൈസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വീഡിയോ കണ്ട് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ല ടേസ്റ്റുള്ളൊരു റൈസാണ്. ക്ഷേത്രങ്ങളിലൊക്കെ സാധാരണ വഴിപാടായിട്ട് പാൽപ്പായസം ഉണ്ടാവാറുണ്ട്. എന്നാൽ അമ്പലപ്പുഴ പാൽപ്പായസം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇതിന് കാരണം അതിൻ്റെ പാചകരീതി തന്നെയാണ്. അതിൻ്റെ കളറും അതിനൊരു പ്രത്യേക രുചിയാണ്. 6 മണിക്കൂർ എടുത്തിട്ടാണ് അത്ര ഈ പായസം ഉണ്ടാക്കുന്നത്. രാവിലെ 6 മണിക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ 12 മണിയാകുമ്പോഴേക്കാണ് പായസം ഉണ്ടാക്കി കഴിയുന്നത്. അതിൻ്റെ ആ ഒരു പാചകരീതിയുടെ പ്രത്യേകത കൊണ്ടാണ് അതിന് ആ കളറും അതുപോലെ തന്നെ ഇത്രയും രുചിയൊക്കെ ഉണ്ടാകുന്നത്. പായസം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർത്തിളക്കുന്ന സമയത്ത് ശാന്തിക്കാരൻ തിടപ്പള്ളിയുടെ പുറത്ത് വന്ന് നിന്നിട്ട് വാസുദേവോ എന്ന് നീട്ടി വിളിക്കൂ അത്രേ. ഭഗവാനോട് അനുവാദം ചോദിക്കുകയായിരിക്കും. ഭഗവാനെ, പായസത്തിൽ പഞ്ചസാര ഇടുന്നുണ്ടോ എന്ന് പറയുകയായിരിക്കാം. എന്തായാലും ആ ആചാരം ഇപ്പോഴും നിലനിന്ന് പോരുന്നുണ്ട്. അമ്പലപ്പുഴയിൽ എങ്ങനെയാണ് ഈ പാൽപ്പായസം ഉണ്ടാക്കാൻ തുടങ്ങിയത്? ഇതിൻ്റെ പിന്നിലൊരു രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. പണ്ടൊരു ക്ഷാമകാലത്ത് അന്നത്തെ ചെമ്പകശ്ശേരി രാജാവ് ഒരു തമിഴ് ബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് നെല്ല് കടം വാങ്ങി. അപ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ട സമയമായപ്പോഴും രാജാവിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഉടൻ തന്നെ ആ ബ്രാഹ്മണൻ അമ്പലത്തിലെത്തി കിഴക്കേ നടക്കിരുന്ന് തൻ്റെ കുടുംബയൊക്കെ അഴിച്ച് അവിടെ ഇരുന്നിട്ട് ശപഥം ചെയ്യാണ്, താൻ ഇവിടുന്ന് എണീക്കില്ല, തൻ്റെ കടം തീർക്കാതെ ഇന്ന് ഉച്ചപൂജ നടത്താൻ പാടില്ല. ഇത് കേട്ടിട്ട് രാജാവ് ആകെ വിഷമിച്ചു. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, എന്താണ് ചെയ്യുക? അപ്പോൾ മന്ത്രി അതിനുള്ള പോംവഴി കണ്ടെത്തി. മന്ത്രി അവിടെയൊക്കെ കരക്കാരുടെ അടുത്തൊക്കെ പോയി വിവരം പറഞ്ഞ് അവരെല്ലാവരും അവരുടെ കയ്യിലുള്ള നെല്ലൊക്കെ കൊണ്ടുവന്നിട്ട് അമ്പലത്തിൽ കിഴക്കേ നടക്കെ കൊണ്ടുവന്ന് ചൊരിഞ്ഞു. മന്ത്രി ബ്രാഹ്മണനോട് പറഞ്ഞു, ഉച്ചപൂജ ആവാറാകുമ്പോഴേക്കും ഈ നെല്ലൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു. എന്നാൽ നെല്ലൊക്കെ അവിടുന്ന് മാറ്റാൻ ഈ ബ്രാഹ്മണനെ ആരും സഹായിച്ചില്ല. ഭഗവാന് ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം ഉണ്ടാക്കി നേദിക്കുമെന്ന് പറഞ്ഞിട്ട് ആ നെല്ലൊക്കെ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു. അന്നു മുതലാണ് അമ്പലപ്പുഴ അമ്പലത്തിൽ പാൽപ്പായസം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കാൻ ഉച്ചയ്ക്ക് അമ്പലപ്പുഴ എത്തുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത റെസിപ്പിയുടെ കൂടെ കേൾക്കാം.